ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള യൂട്യൂബിന്റെ അപ്ഡേഷൻ ആയിട്ടുള്ള കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കമന്റ് ബോക്സിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് കിട്ടും. മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതിതീവ്രമായ ദുഃഖം ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തതിനാൽ ഈ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഒട്ടും തന്നെ ഇല്ലായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചില കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ പറയാൻ മടി കാണിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഓവറോൾ എനർജിയാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജസും ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നമ്മൾ നോക്കുമ്പം ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നർ ഹീലർ എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒരുപാട് യെല്ലോ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. ഓക്കെ, നമുക്കിവിടെ യെല്ലോയിഷ് ഗ്രീൻ കളറാണെന്നും പറയാം, അതുപോലെ ഒരു ലൈറ്റ് യെല്ലോ ആയിട്ടും പറയാം. ഓക്കെ, ഒരു ഫ്ലൂറസൻ കളർ പോലെയൊക്കെ തോന്നിക്കുന്നു. അപ്പോൾ ഇത്തരം കളേഴ്സിന്റെ ഒരു യെല്ലോ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ഗ്രീൻ ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തിയെ അന്നും ഇന്നും സമാധാനപ്പെടുത്തിയിട്ടുള്ളത്. ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള ഒരുപാട് വിഷമ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ പേഴ്സൺ വിഷമിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരാളുടെ സപ്പോർട്ട്, അത് സാമ്പത്തികപരമായിട്ടും ഇമോഷൻസ് പരമായിട്ടും ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് അത്രമാത്രം സഹായങ്ങളും നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എല്ലാം തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്രയും ഒരു ഇന്നർ ഹീലിംഗ് എനർജിയാണ്, ഇന്നർ ഹീലിംഗ് പവർ ആണ് ഈ വ്യക്തിയിലേക്ക് നിങ്ങളിലൂടെ എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണെ കാലാകാലങ്ങളായിട്ട് ഒരുപാട് നാളുകളായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് മോചനം നേടുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ പോലും വേറെ ആൾക്കാരെ കിട്ടുമായിരിക്കാം, ഈ പേഴ്സൺ ആണെങ്കിൽ പോലും വേറെ ആൾക്കാരെ വിവാഹം ചെയ്യാനും അല്ലെങ്കിൽ പ്രണയിക്കാനും ഒക്കെ കിട്ടുമായിരിക്കാം. അതിപ്പോ ഈ ഭൂമിയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ചില വ്യക്തികളായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി പോകും, നല്ല രീതിയിൽ തന്നെ കണക്റ്റഡ് ആകും. അതിന്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ നല്ല രീതിയിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻസ്, കാരണം നിങ്ങൾക്ക് ഈ പേഴ്സണെ സ്പിരിച്വൽ പരമായിട്ട് നല്ല രീതിയിൽ ഹീല് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഈ പേഴ്സൺ വെട്ടിത്തുറന്ന് സമ്മതിക്കുന്നുണ്ട്, അതിൽ വിശ്വസിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നീ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം, അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യം തന്നെയായിരുന്നു എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനം എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഏത് സമയം തൊട്ടാണോ ഈ പേഴ്സണായിട്ടുള്ള കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടന്നത് എപ്പോഴാണോ ആ നിമിഷം തൊട്ട് തന്നെ ഈ പേഴ്സൺ തകർന്നു തുടങ്ങിയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. തകർന്നു തുടങ്ങിയെന്നും അല്ലെങ്കിൽ ഈ പേഴ്സണ് യാതൊരു തരത്തിലുള്ള
ഒരു സമാധാനം കിട്ടാത്ത രീതിയിലും അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടാത്ത രീതിയിലേക്കാണ് ഈ പേഴ്സന്റെ ലൈഫ് വഴി മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു മാറ്റം ഈ പേഴ്സൺ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ കൂടെ ഉണ്ടാകും. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, മറ്റെന്ത് അവസ്ഥകളാണെങ്കിൽ പോലും നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നാണ് ഈ പേഴ്സൺ അത്രമേൽ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അതെല്ലാം തന്നെ താറുമാറാക്കിക്കൊണ്ടാണ്, തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് എന്താ പറയാ, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായി പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നതും ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതും ഇന്നർ ഹീലർ ആണ്. ബിക്കോസ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഉണ്ട് എന്ന് പറയുന്നു. സൈറ്റ് ഓഫ് ദ ഓൾ ആണ് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സൺ ഇപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നിഗൂഢമായിട്ട് മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത്. സൈറ്റ് ഓഫ് ദ ഔൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ലേഡിയുടെ ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഈ പേഴ്സൺ ഈ ഒരു കാർഡ് നോക്കിയാൽ നമുക്കറിയാം ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത്. അപ്പൊ ഇതൊരു സ്ത്രീയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു ഫേസ് മാസ്ക് അണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ? നമുക്ക് ഈ മുഖം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആ ഒരു പകുതി മുക്കാലും പോർഷൻ അവിടെ മറഞ്ഞു കിടക്കുകയാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഇത്തരത്തിലുള്ള തൂവലുകൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു നിറത്തിൽ, ഈ കാർഡിൽ കാണിക്കുന്ന നിറമാണ്, ഇതൊരു ബ്രൗണിഷ് ആണ്, വൈറ്റിഷ് ആൻഡ് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളർ കോമ്പോയിൽ വരുന്ന ഒരു ഫെദർ ആണ്, ഒരു തൂവലുകളാണ്. ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകാം. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ലേഡി അല്ലെങ്കിൽ ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പ് തകർത്തെറിയാന്നുള്ളതാണ് ഇവരുടെ ഇന്റൻഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു ലേഡി, ഇത് ലേഡി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പേഴ്സണെ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുന്നേ നിങ്ങളുടെ പേഴ്സൺ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇവര്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ കൊളീഗ് ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, എന്തായാലും കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് അത്യാവശ്യം ഒരു അറിവുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇവര് മറവിൽ നിന്നുകൊണ്ടാണ് പല കാര്യങ്ങളും കാണിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ട് വിശ്വാസക്കുറവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഒരിക്കലും സ്വന്തമായിട്ട് ഭൂരിഭാഗം ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല, അത് മറ്റുള്ളവരിൽ നിന്നും വരുന്ന ഒരു എനർജി കൂടിയാണ് വിശ്വാസക്കുറവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ ഒരുപാട് നിങ്ങളെ കുറിച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, വിശ്വാസക്കുറവുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് തീർത്തും ഈ ലേഡിയിൽ നിന്നാണ്. അത് മറഞ്ഞു നിന്നുകൊണ്ടാണ് ഇവര് ഓരോ കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫേസ് ഇതുവരെയും റിവീൽ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എനർജി ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ആരാണെന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയും കൂടി വളരെ എന്താ പറയാ, വളരെ കൂടുതലായിട്ട് ഈ പേഴ്സന്റെ എനർജിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ ഈ ഒരു ലേഡി തന്നെയാണ് ആവാനുള്ള സാധ്യതകൾ. ഓക്കെ, അക്സെപ്റ്റ് യുവർ ഗിഫ്റ്റ് ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും പലതരത്തിലുള്ള ഉഴപ്പുകളും കാണിച്ചിട്ടുണ്ട്. താല്പര്യക്കുറവ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് കള്ളങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല കഥകളും കെട്ടിച്ചമയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പരീക്ഷിക്കുക, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ വേറെ നമ്പറിൽ നിന്നൊക്കെ വേറെ നമ്പറിൽ നിന്നൊക്കെ നിങ്ങളെ വിളിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ പലതരത്തിലുള്ള നമ്പറുകളൊക്കെ ഇറക്കിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ അല്ല ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അതായത് ഈ പേഴ്സൺ മറ്റു പലവരുടെയും, അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടിയെ പോലെയുള്ള ആൾക്കാരാണ് ഈ പേഴ്സണെ കൊണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്യിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അതൊരിക്കലും ഇവര് സ്വന്തം മനസ്സാൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല. ഇവര് വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരു പ്യോർ ആയിട്ടുള്ള ഒരു സോളാണ്. പക്ഷെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് മറ്റു പല ആൾക്കാരെയും തിരിച്ചറിയാനുള്ള ഒരു ബോധം ഇവർക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ പറയുന്നത് എന്താണോ അത് കണ്ണടച്ച് വിശ്വസിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ച് പെരുമാറും. ഇത്തരം ഒരു ചിന്താഗതിയും ഉള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ എനർജി പ്രകാരം, ഇനി ഫ്യൂച്ചറിലേക്കുള്ള എനർജി പ്രകാരം നോക്കുകയാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, കാരണം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ കൈവച്ചിട്ട് ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്, വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും അതൊരു നിങ്ങളുടെ സാന്നിധ്യത്തെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഇപ്പൊ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ചെയ്തു, എന്നിട്ട് ഇപ്പൊ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സഹതപിച്ചുകൊണ്ടിരിക്കുന്നു, കുറ്റബോധം വരുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു എനർജി പറയുകയാണെങ്കിൽ, യെസ്, ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ വളരെയധികം ബ്രില്യൻ്റ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ളൊരു ലേഡീസ് ആണ്. നമുക്ക് ഇവിടെയും ബ്ലൂ ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാർഡിൽ നമുക്ക് ബ്ലൂ ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് കാർഡ്, ബ്ലൂ ബട്ടർഫ്ലൈ. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു കാർഡിലും അഗെയിൻ ദ സെയിം റിപ്പീറ്റേഷൻ, ബ്ലൂ ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ നോക്കി കാണുന്ന രീതി കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ എടുക്കുന്ന കഷ്ടപ്പാടുകള്, നിങ്ങളുടെ അഭിപ്രായങ്ങള്, നിങ്ങളുടെ ഇഷ്ടങ്ങള്, ഇതിനോടൊന്നും ഈ പേഴ്സൺ യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിലയും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത് ഈ പേഴ്സന്റെ കാൽ കീഴിൽ കിടക്കേണ്ടവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സ്നേഹിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പുണ്യമാണ് എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങളെ കുറിച്ച് ഒരു പടി ഉയരത്തിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം നിങ്ങളെ കുറിച്ച് താഴ്ത്തി കാണുകയും ഇവരെ കുറിച്ച് ഉയർത്തി കാണുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും, മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇപ്പോഴാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അതെന്താന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് തകർക്കാൻ പറ്റിയ ആൾക്കാരല്ല. ഇപ്പോ നിങ്ങളുടെ ഒരു പ്രത്യേകത, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇമോഷണൽ ആകും. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ കരയും വിഷമമാകും. പക്ഷെ അപ്പൊ തന്നെ കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഇമോഷണൽ ആകുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ദുർബലരാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾ അതിശക്തരായിട്ടുള്ള വ്യക്തിയാണ്, വളരെ ബോൾഡാണ്. പക്ഷേ നിങ്ങൾ ആദ്യം കരയും, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കും, പെട്ടെന്ന് മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ്, സ്വന്തമായിട്ട് യാതൊരു തരത്തിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണെന്നാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ ഈ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്, അതൊക്കെ ഈ പേഴ്സണെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമേൽ ഈ പേഴ്സൺ അതിശയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു മാറ്റം, നിങ്ങളുടെ പിന്നിലെ ഈ ഒരു മാറ്റം. അതുപോലെ നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് ഈ പേഴ്സന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു, നിങ്ങളുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പൊ ആകെ അതിശയിച്ച് നിങ്ങളെ നോക്കി നിൽക്കുന്ന, ചെറിയൊരു അസൂയോട് കൂടിയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ദ ഓവറോൾ എനർജി ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ പറയാ, യെസ്, ബ്ലെൻഡിങ് ദ ഐഡിയാസ് ഓഫ് അതേഴ്സ് വിത്ത് യുവർ ഓൺ ടു ക്രിയേറ്റ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. തീർച്ചയായിട്ടും ഈ പേഴ്സൺ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും കൂടിയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ കഴിവതും ആ ഒരു സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തികൾ മാത്രം, ലവേഴ്സ് മാത്രം, അവരുടെ മാത്രം ഐഡിയാസ് മതി. പിന്നെ അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു നിന്ന് ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ ഈ പേഴ്സൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് വ്യക്തികളുടെ അഭിപ്രായം ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അതിലൂടെ ഒരുപാട് ഐഡിയാസ് ആയപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങളായപ്പോൾ ഈ പേഴ്സൺ അത് മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ആയി പോയി. ഒരുപക്ഷെ ഈ പേഴ്സൺ മറ്റുള്ളവരോട് ചോദിച്ച് നടക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാകാം. അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ മാച്ച് ആണോ,
അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് ചേർന്നിട്ടുള്ള ആളാണോ എന്നൊക്കെ ഈ പേഴ്സന് സംശയം തോന്നിയിട്ട് മറ്റുള്ളവരോട് ചോദിച്ച് നടക്കുന്നതായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതായിട്ടും അവരുടെ അഭിപ്രായം കേട്ടിട്ട് ഈ പേഴ്സൺ അതിനനുസരിച്ച് പെരുമാറുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മാത്രം സ്നേഹം ഉണ്ടായത് കൊണ്ടും വലിയൊരു ബാലൻസിങ് എനർജി ഉണ്ടായത് കൊണ്ടും വലിയ കാര്യമില്ല അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്തരം ഒരു ബാലൻസ് ആണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ പുട്ട് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സന്റെ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സ്വന്തം ചിന്താഗതികളും അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളുമാണ് ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാനും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാനുമുള്ള ആ ഒരു ടെൻഡൻസി ഈ പേഴ്സൺ വളരെയധികം കുറച്ചിട്ടതായിട്ട് കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു എനർജി നോക്കാം. യെസ്, ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി. അതായത് നിങ്ങളുടെ എനർജിയിലാണ് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒട്ടും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾ ഇത്രത്തോളം ഈ പേഴ്സന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടിയില്ല. സോ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു നീതിയാണ്. ഓക്കെ, ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അനീതിയാണ്. ഓക്കെ, ഈ വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നു. പക്ഷെ ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന നീതിയാണ്. സ്വന്തമായിട്ട് ജസ്റ്റിസ് നേടുക എന്നുള്ളതാണ്. അത് ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു. അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊണ്ടുവരുന്നു. ഓക്കെ, ഈ ഒരു സെൽഫ് ഫോക്കസ് മൈൻഡാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ വിങ്സ് ആണ്. യു നെവർ നീഡഡ് ദോസ് വിങ്സ് ടു ഫ്ലൈ എന്നാണ്. അതായത് ഈ പേഴ്സൺ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരാൽ ചട്ടക്കൂടുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചട്ടക്കൂടുകളിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ സ്വയം ഉണ്ടാക്കിയെടുത്തേക്കണ കാര്യങ്ങളാണ്. സ്വയമായിട്ട് നിർമ്മിച്ചെടുത്തേക്കണ കാര്യങ്ങളാണ്. നമ്മൾ സ്വയം കുഴി തോണ്ടിയിട്ട് ആ കുഴിയിൽ തന്നെ വീഴുക എന്ന് പറയും. ആ ഒരു പരിപാടിയാണ് ഈ പേഴ്സൺ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അത്തരം സിറ്റുവേഷനിൽ നിന്നും സ്വന്തമായി ചിറകുകൾ ഇല്ലെങ്കിൽ പോലും സ്വന്തം കോൺഫിഡൻസോട് കൂടി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയോട് കൂടി ഈ പേഴ്സൺ ഉയരത്തിലേക്ക് പറക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഒരുപാട് ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ, അതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കുറെ മോശപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താന്ന് നോക്കാം. കോംപ്രമൈസ് ആണ്. ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കോംപ്രമൈസിന് വേണ്ടിയിട്ട് വരും, ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് വരും. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പേഴ്സൺ അത്തരം ഒരു മാറ്റം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത്തരം ഒരു മാറ്റം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കോംപ്രമൈസ്, അതായത് അത് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരു ഒത്തുതീർപ്പിൽ പോയാൽ മാത്രമേ ഈ പേഴ്സന് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ഒരു സീറോ ഒരു സക്സസ് ഉള്ള ഒരു ലൈഫാണ്. ഓക്കെ, അൺലൈക്കിലി യെസ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം ഇവിടെ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്, ഏഞ്ചൽസ് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസിനായിക്കോട്ടെ യൂണിവേഴ്സിനായിക്കോട്ടെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മൈൻഡ് ചെയ്യാതെ കോൺഫിഡന്റ് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പോ എന്താന്ന് വെച്ചാല് ഏഞ്ചൽസ് പറയുന്നത് ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക ആൻഡ് പുതിയൊരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കാനാണ് പറയുന്നത്. നമുക്കിനി കുറച്ച് ക്ലൂസും കൂടെ നമുക്ക് എടുക്കാം. വിത്തിൻ 3 months എന്നാണ്. 3 മാസത്തിനുള്ളിലൊക്കെ ആള് മേ ബി കോംപ്രമൈസ് ചെയ്യാനൊക്കെ വരുമായിരിക്കാം. 72 മണിക്കൂറിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുന്നവർക്ക് മാത്രമാണ്. ബിസിനസ് ജോലി പറയുന്നുണ്ട്, ബിസിനസ് ആയിരിക്കാം. 24 മണിക്കൂർ പൊളിറ്റീഷ്യൻ കിട്ടിയിട്ടുണ്ട്. 2 ദിവസം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കാം. 6 ആഴ്ച
ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. കമന്റ് ബോക്സിന്റെ തൊട്ട് അരികത്തായിട്ട് പുതിയൊരു ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. യൂട്യൂബിന്റെ അപ്ഡേഷൻ ആണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഹൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.